ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് ആവറേജാണ്. ആവറേജിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ 2 വീഡിയോ ഉണ്ടാവും ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. ഒരുമാതിരിപ്പെട്ട എക്സാമ്പിൾക്കൊക്കെ ഈ ആവറേജ് എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുക, കുറേ ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സാധനങ്ങളുടെയോ ഒരു എന്തെങ്കിലും എന്താ പറയുന്നത് ഒരു ഗ്രൂപ്പ് ആൾക്കാരല്ലേ ഒരു കൂട്ടം സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ആവറേജ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആവറേജ് ശരിക്കും ബേസിക്കായിട്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ മൊത്തം കൂട്ടുക ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ, ടോട്ടൽ സമ്മ് ബൈ ടോട്ടൽ നമ്പർ എടുക്കുന്നതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പല പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സാമ്പിൾക്ക് കാണുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല, നമ്മൾ സാധാരണ ചോദിക്കുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം 2 പാർട്ടായിട്ടായിരിക്കും. അപ്പോൾ ഇന്നൊരു 30 ക്വസ്റ്റ്യൻ, 31 ക്വസ്റ്റ്യൻ, അടുത്ത ദിവസം ബാക്കി 30 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം ഒരു 60-65 ക്വസ്റ്റ്യൻ കാണുമായിരിക്കും. 60-65 ക്വസ്റ്റ്യൻ ഉണ്ടാവും ടോട്ടൽ ഈ ആവറേജ് എന്ന് പറയുന്ന സെഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കാം. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 40 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഓക്കെ, ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഓക്കെ, ഒരു നമ്പർ തന്നിട്ടുണ്ടാവും എത്ര എണ്ണെങ്കിലും. അപ്പോൾ 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, സംഖ്യയുടെ പകുതി, സംഖ്യ ബൈ 2 പ്ലസ് 0.5. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. നിങ്ങൾ ചെയ്യാനൊന്നും പോകണ്ട, ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യ ശ്രദ്ധിക്കണം, എണ്ണൽ സംഖ്യയിലാണിട്ട് ഇത് വർക്കാവുള്ളൂ. എണ്ണൽ സംഖ്യ എന്നാണെങ്കിൽ എണ്ണൽ സംഖ്യ എത്രയാണ്, ആ തന്നിരിക്കുന്ന എണ്ണൽ സംഖ്യ എടുക്കുക, ബൈ 2 ചെയ്യുക, പ്ലസ് 0.5 ചെയ്യുക. ഇവിടെ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 40 ബൈ 2 പ്ലസ് 0.5 എത്രയാണ്? 40 ബൈ 2 എത്ര? 20 പ്ലസ് 0.5 എത്രയാണ്? 20.5 ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. 20.5 കിടക്കുന്നുണ്ട്, ഓപ്ഷൻ എ കിടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നാ ചെയ്യുക, സംഖ്യ എടുക്കുക, ബൈ 2 ചെയ്യുക, പ്ലസ് 0.5, സംഖ്യ ബൈ 2 പ്ലസ് 0.5. ഇതാണ് നമ്മുടെ മെത്തേഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളാണ് കേട്ടോ എല്ലാം. ഇതാ ആദ്യത്തെ 70 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? സംഖ്യ ബൈ 2 പ്ലസ് 0.5 അല്ലേ, സംഖ്യ ബൈ 2 പ്ലസ് 0.5. എന്തിനാണിത്? എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സംഖ്യ ബൈ 2 പ്ലസ് 0.5. ഇവിടെ നമ്മുടെ സംഖ്യ എത്രയാണ്? 70 ബൈ 2 പ്ലസ് 0.5. 70 2 എത്രയാണ്? 35 പ്ലസ് 0.5 എത്രയാണ്? 35.5. കണ്ടോ, എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടിയെന്ന് നോക്കിയാൽ. നിങ്ങളല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം എടുക്കും ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. പല എക്സാമുകൾക്കും നമുക്കറിയാം വളരെ ചെറിയ സമയത്തിൽ ആൻസർ കണ്ടുപിടിക്കണം, എന്നാലാണ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ സമയം എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ. ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ ബൈ 2 പ്ലസ് 0.5. ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്യാം. അതാ നോക്കിയേ, ആദ്യത്തെ 50. ആദ്യത്തെ എന്ന് പറഞ്ഞാലിട്ട് ഇതൊക്കെ വർക്കാവുള്ളൂ, ശ്രദ്ധിച്ചോണേ. ആദ്യത്തെ എന്ന് പറഞ്ഞാലേ ഇത് സെറ്റ് ആവുള്ളൂ. ആദ്യത്തെ ആണ് എണ്ണൽ സംഖ്യയാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തോന്നിയ പോലെ എടുക്കരുത്. ഓക്കെ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അപ്പോൾ 50 സംഖ്യ ബൈ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സംഖ്യ ബൈ 2 പ്ലസ് 0.5 ആണ്. അപ്പോൾ സംഖ്യ എത്രയും നമ്മുടെ ഇവിടെ 50 ആണ്. 50 ബൈ 2 പ്ലസ് 0.5. അപ്പോൾ 50 ബൈ 2 എന്ന് പറയുമ്പോൾ 25 പ്ലസ് 0.5 25.5 അല്ലേ, 25.5. ഇതാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി 25.5 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു പാറ്റേൺ കഴിഞ്ഞേ. അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തത് നമ്മൾ? സംഖ്യ ബൈ 2 പ്ലസ് 0.5. ഇനി ആദ്യത്തെ ഇരട്ട സംഖ്യ നമ്മൾ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഇരട്ട സംഖ്യ, ആദ്യത്തെ 30 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ശരാശരി കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ. ഇരട്ട സംഖ്യ ആണെങ്കിൽ സംഖ്യ പ്ലസ് 1. ഓക്കെ, ഇരട്ട സംഖ്യ ആണെങ്കിൽ സംഖ്യ പ്ലസ് 1 എടുത്താൽ മതി, അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 30 പ്ലസ് 1 എത്രയാണ്? 31. എണ്ണൽ സംഖ്യ ആയിരുന്നെങ്കിലോ സംഖ്യ ബൈ 2 പ്ലസ് 1. മനസ്സിലായോ? എണ്ണൽ സംഖ്യ ആയിരുന്നെങ്കിൽ സംഖ്യ ബൈ 2 പ്ലസ് 1, സോറി പ്ലസ് 1 അല്ല, സംഖ്യ ബൈ 2 പ്ലസ് 0.5, സംഖ്യ ബൈ 2 പ്ലസ് 0.5 അല്ലേ. ബൈ 2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 0.5 അല്ല, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ സംഖ്യ ബൈ 2 പ്ലസ് 0.5 ആണ് നമ്മുടെ ഏത് ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ ആണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുക? സംഖ്യ പ്ലസ് 1. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യ അത് ഇരട്ട സംഖ്യയുടെ നമ്പർ പ്ലസ് 1 എടുത്തേച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ആദ്യത്തെ 75 ഇരട്ട സംഖ്യ അല്ലേ. 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? 75 ഇരട്ട സംഖ്യകൾ. നമ്മുടെ എന്താ ഇരട്ട സംഖ്യ പറഞ്ഞാൽ സംഖ്യ പ്ലസ് 1 എടുത്താൽ പോരെ. അപ്പോൾ 75 പ്ലസ് 1 നമ്മുടെ ആൻസർ എത്രയാണ്? 76 ആണ് ഇതിൻ്റെ ആൻസർ. 76 ആണ്
ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി. 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്താ നമ്മുടെ ഇക്വേഷൻ? സംഖ്യ അധികം 1 അല്ലേ? അപ്പോൾ 40 പ്ലസ് 1 എത്ര ശരാശരി? 41. എന്ത് എളുപ്പമാണെന്ന് നോക്കി കണ്ടുപിടിക്കാൻ. അല്ല നിങ്ങൾ 40 ഇരട്ട സംഖ്യ എഴുതിയിട്ട് കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 41 ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സംഖ്യ പ്ലസ് 1. അപ്പോൾ എന്താ ചെയ്താൽ നമ്മൾ? എണ്ണൽ സംഖ്യ ആയിരുന്നെങ്കിലോ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു? സംഖ്യ ബൈ 2 പ്ലസ് 0.5. സംഖ്യ ബൈ 2 പ്ലസ് 0.5 അതാണ് ഏത് എണ്ണൽ സംഖ്യ ആണെങ്കിൽ. ഇനി ഇരട്ട സംഖ്യ ആണെങ്കിലോ സംഖ്യ പ്ലസ് 1. അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ ആണെങ്കിൽ സംഖ്യ പ്ലസ് 1 ഇട്ടാൽ മതി. ഇനി ഇതാ ഒറ്റ സംഖ്യയുടെ കിട്ടി. 75 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് എഴുതി വെച്ചാൽ മതി? ആ സംഖ്യ തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഒറ്റ സംഖ്യ ആണെങ്കിൽ എന്താണ്? ആ സംഖ്യ തന്നെ. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 75 എന്ന് തന്നെയാണ് ആൻസർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ എണ്ണം ബൈ 2 പ്ലസ് 0.5. ഓക്കെ, ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ സംഖ്യ പ്ലസ് 1. ഓക്കെ, സംഖ്യ പ്ലസ് 1. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ സംഖ്യ തന്നെ. ഓക്കെ, അപ്പോൾ 75 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുത്താൽ മതി? 75 തന്നെ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? എന്താ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സംഖ്യ തന്നെയാണ് ശരാശരി. അപ്പോൾ ശരാശരി ഈസ് ഈക്വൽ ടു 40. ഓക്കെ, അതേ സംഖ്യ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാ വീണ്ടും ഒരു ക്വസ്റ്റ്യനോടെ. 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആൻസർ എത്രയാണ്? 50 തന്നെ അല്ലേ? 50 തന്നെയല്ലേ? ആ സംഖ്യ തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സംഖ്യ തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 50 തന്നെയാണ് 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാണ് ഇക്വേഷൻസ്. നമ്മളെല്ലാം കഴിഞ്ഞു. എണ്ണൽ സംഖ്യകൾ തുടർച്ചയായ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ സംഖ്യ ബൈ 2 പ്ലസ് 0.5 എടുത്താൽ മതി. ഇനി ഇരട്ട സംഖ്യകളാണെങ്കിൽ സംഖ്യ പ്ലസ് 1 എടുത്താൽ മതി. ഒറ്റ സംഖ്യ ആണെങ്കിൽ നിങ്ങൾ അതേ സംഖ്യ തന്നെ, എത്ര സംഖ്യ എന്ന് പറയുന്നു ആ സംഖ്യ തന്നെയായിരിക്കും നിങ്ങളുടെ ശരാശരി. ഓക്കെ, ശരാശരി എന്ന് പറഞ്ഞാൽ ആവറേജ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മളോട് പറയുകയാണ്, തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? നമ്മുടെ കയ്യിൽ 4 സംഖ്യകളുണ്ട്. അത് എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ. നിങ്ങൾ വലിയ രീതിയിൽ ഇത് ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട. നമുക്ക് ഇതിനൊക്കെ എളുപ്പ വഴിയുണ്ട്. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ സമം ശരാശരി. ഓക്കെ, ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മളോട് 4 സംഖ്യ എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1. അപ്പോൾ നമുക്ക് ശരാശരി ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 27. അപ്പോൾ 27 പ്ലസ് സംഖ്യ എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 4 എന്നല്ലേ? അപ്പോൾ 4 മൈനസ് 1. അപ്പോൾ എത്ര വരും? 27 പ്ലസ് 3. കണ്ടോ? ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ? വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശരാശരിയോട് സംഖ്യയിൽ നിന്ന് എത്ര എണ്ണൽ സംഖ്യ തുടർച്ചയായ സംഖ്യകൾ പറയുന്നുണ്ടാവും, ആ സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് ശരാശരിയോട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ തുടർച്ചയായ 4, 10, 20, 100 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1 ചെയ്താൽ മതി. ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? എങ്ങനെ നമ്മുടെ ഇക്വേഷൻ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 50 അല്ലേ? ശരാശരി പ്ലസ് എന്താണ്? സംഖ്യ മൈനസ് 1 അല്ലേ? അപ്പോൾ 50 പ്ലസ് സംഖ്യ എത്രയാണ്? 5 മൈനസ് 1. അപ്പോൾ 50 പ്ലസ് 4. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 54. കണ്ടോ എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടിയെന്ന് നോക്കി. നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും എഴുതുപോലും വേണ്ട. 50 പ്ലസ് ആ സംഖ്യ മൈനസ് 1 എടുത്താൽ മതി. 50 പ്ലസ് സംഖ്യ മൈനസ് 1. മനസ്സിലായല്ലോ? അപ്പോൾ ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1 എടുത്താൽ നിങ്ങൾക്ക് വലിയ സംഖ്യ കിട്ടും. പ്ലസ് ആണ്. ഇനി ഇത് അടുത്ത് നോക്കിയാൽ തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ എത്ര? എന്തെഴുതണം നമുക്ക്? ശരാശരി പ്ലസ് 6 മൈനസ് 1. അപ്പോൾ 25 പ്ലസ് 5 എത്ര വന്നു നിങ്ങൾക്ക് ആൻസർ? 30. നമ്മുടെ ആൻസർ എത്രയാണ്? 30 ആണ്. കണ്ടോ എന്ത് സിമ്പിളായിട്ടാണ് ചെയ്തതെന്ന് നോക്കിയേ. അപ്പോൾ ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1. ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1 ചെയ്താൽ നിങ്ങൾക്ക് വലിയ സംഖ്യ കിട്ടും. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യാം? തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 30 ആയാൽ ചെറിയ സംഖ്യ ഏത്? ചെറുതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നിങ്ങൾ സെയിം ഇക്വേഷൻ തന്നെ എന്ത് ചെയ്താൽ മതിയായിരിക്കും? ശരാശരിയിൽ നിന്ന് കുറയ്ക്കുക. ശരാശരി മൈനസ് സംഖ്യ മൈനസ് 1. ഓക്കെ, ശരാശരിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സംഖ്യ മൈനസ് 1 കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ശരാശരി ഇവിടെ 30 അല്ലേ? 30 മൈനസ് 5 മൈനസ് 1. അപ്പോൾ
30 - 4 എത്ര കിട്ടി? 26. കണ്ട, അപ്പോൾ നിങ്ങൾ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ശരാശരിയിൽ നിന്ന് സംഖ്യയിൽ നിന്ന് 1 കുറച്ച നമ്പർ കുറയ്ക്കുക. ഓക്കെ, വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശരാശരിയോട് സംഖ്യയിൽ നിന്ന് 1 കുറച്ച നമ്പർ കൂട്ടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യകളുടെ ആണ്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒറ്റ സംഖ്യ ആണെങ്കിലും സെയിം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 75 ആയാൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ശരാശരി അധികമല്ല, ശരാശരി മൈനസ് അല്ലേ, ശരാശരി മൈനസ് 6 - 1 അല്ലേ. അപ്പോൾ 75 - 6 - 1 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 70 കിട്ടി ശരാശരി. മനസ്സിലായോ? ശരാശരി മൈനസ് എന്ത് ചെയ്താൽ മതി? സംഖ്യ -1 ചെയ്താൽ, സംഖ്യ -1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ചെറിയ സംഖ്യ കിട്ടും. ശരാശരി അധികം അല്ലെങ്കിൽ ശരാശരി പ്ലസ് സംഖ്യ -1 ചെയ്താൽ നിങ്ങൾക്ക് വലിയ സംഖ്യ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 80 ആയാൽ ചെറിയ സംഖ്യ ഏത്? എന്താ ചെയ്യേണ്ടത്? ശരാശരി മൈനസ് സംഖ്യ -1. സംഖ്യ എത്രയാണ്? 7. ഇപ്പോൾ 80 - 6 ഇപ്പോൾ എത്ര വന്നു? 74 കിട്ടിയ ആൻസർ. 74 അതാണ് നമ്മുടെ ചെറിയ സംഖ്യ. ഓക്കെ, അപ്പോൾ വലിയ സംഖ്യ ആണെങ്കിൽ ശരാശരി പ്ലസ് സംഖ്യ -1, ചെറിയ സംഖ്യ ആണെങ്കിൽ ശരാശരി മൈനസ് സംഖ്യ -1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റ സംഖ്യകളുടെ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ. അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ശരാശരി പ്ലസ് സംഖ്യ -1. അപ്പോൾ ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും നമുക്ക് സെയിം ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. 25 + 4 അല്ലേ, 25 + 5 - 1, 25 + 4 എത്ര വന്നു? 29 ആൻസർ കിട്ടി. അപ്പോൾ 29 നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ 40 അല്ലേ ഒറ്റ സംഖ്യ. ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ, സംഖ്യ എത്രയാണ്? 6. അപ്പോൾ 40 + 6 - 1. അപ്പോൾ 40 + 5 45 നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യ. ശരാശരി പ്ലസ് സംഖ്യ -1, ശരാശരി പ്ലസ് സംഖ്യ -1. അപ്പോൾ എത്രയാണ്? 40 + 5 45 എന്ന് കിട്ടൂല ആൻസർ. സംഖ്യ 6 ആയിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് 45 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി 41 ആയാൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ എന്തെഴുതി? ശരാശരി 41 + 7 - 1 അല്ലേ, 7 - 1. അപ്പോൾ 41 + 6 46. ഓക്കെ, 46 കിട്ടി. അല്ല, 47 കിട്ടും അല്ലേ. 41 + 6 എത്രയാണ്? 47 അല്ലേ, 46 അല്ല. ഓക്കെ, 47. മനസ്സിലായോ? അപ്പോൾ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പ്ലസ് ചെയ്യുക അല്ലേ, ശരാശരി പ്ലസ് സംഖ്യ -1. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും ശരാശരി പ്ലസ് സംഖ്യ -1 ചെയ്താൽ വലിയ സംഖ്യയും ശരാശരി മൈനസ് സംഖ്യ -1 ചെയ്താൽ ചെറിയ സംഖ്യയും. അത് ഇരട്ട സംഖ്യ ആണെങ്കിലും ഒറ്റ സംഖ്യ ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ, വെറൈറ്റി ക്വസ്റ്റ്യൻ. 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുകയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ തുക. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 25 ആണ്. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ശരാശരി 2 × ശരാശരി. ഓക്കെ, അല്ലെങ്കിൽ ശരാശരിയുടെ ഇരട്ടി. ഓക്കെ, നിങ്ങളോട് തുക എന്ന് പറഞ്ഞാൽ, തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? തുക എന്തിൻ്റെ തുകയാണ്? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക കണ്ടുപിടിക്കുക. നിങ്ങൾ നേരത്തെ ഇക്വേഷൻ എടുത്തിട്ടുണ്ടല്ലോ. വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. രണ്ടും കൂടെ കൂടി നിങ്ങൾ കൂട്ടി നോക്കിയാൽ സംഖ്യ -1 എന്ന് പറഞ്ഞ ടൈം കട്ടായിപ്പോവും. ബാക്കി ശരാശരി പ്ലസ് ശരാശരി വരും അല്ലേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് 2 × ശരാശരി എന്ന് കിട്ടും. നിങ്ങൾ എത്ര ചെയ്താൽ മതി? വലിയ കഥയൊന്നും ആലോചിക്കേണ്ട. തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 × ശരാശരി. അപ്പോൾ നമ്മുടെ കേസിൽ എത്ര 25 × 2 50 എന്ന് കിട്ടും. 50 ഓപ്ഷനിൽ 50. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? ഒരു ക്വസ്റ്റനോട് ചെയ്യാം നമുക്ക്. 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 45 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്ര? തുക കണ്ടാൽ എന്ത് ചെയ്താൽ മതി? 2 × ശരാശരി അല്ലേ. തുക എന്ന് കണ്ടാൽ 2 × ശരാശരി ചെയ്താൽ പോരെ. അപ്പോൾ 2 × 45 എത്രയാണ്? 2 × 45 അല്ലേ, 2 × 45 90 അല്ലേ. ഓപ്ഷൻ ബി, 2 × 45 90 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ, ഓക്കെ 6 ഒറ്റ സംഖ്യയുണ്ട്, ശരാശരി 40 ആണ്. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ തുക, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × ശരാശരി. ഓക്കെ, 2 × ശരാശരി. 2 × ശരാശരി. ഓക്കെ,
ഇപ്പോൾ 2 ശരാശരി എന്ന് പറയുമ്പോൾ 2 × 40. 2 × 40 എത്രയാ? 2 × 40 80 അല്ലേ? 80. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 80. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? ഓക്കെ, വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? 2 തുക കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? 2 × ശരാശരി. അപ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 × സംഖ്യ -1. ഓക്കെ, നമ്മുടെ ആ നേരത്തെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ശരാശരി പ്ലസ് സംഖ്യ -1, ചെറിയ സംഖ്യ പിടിക്കാൻ ശരാശരി മൈനസ് സംഖ്യ -1. അപ്പോൾ രണ്ടാമത്തെ ടൈം ഏതാണ്? ശരാശരി കഴിഞ്ഞിട്ട് ശരാശരി കട്ടായി പോയി. അപ്പോൾ ബാക്കിത്തെ ടൈം ഏതാ? സംഖ്യ -1 എന്ന് പറയുന്ന ടൈം ഉണ്ടല്ലേ. അപ്പോൾ 2 × സംഖ്യ -1 ചെയ്താൽ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാൻ 2 × സംഖ്യ -1. അപ്പോൾ 2 × 5 - 1 എത്രയാ? 2 × 4. അപ്പോൾ 8 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ബി ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് പാടാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ടുപിടിക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഷോർട്ട് കട്ടാണ്. 2 × സംഖ്യ -1 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അടുത്ത് നോക്കിയേ, തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 50 ആയാൽ സംഖ്യയുടെ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും വ്യത്യാസം. ചെറിയ സംഖ്യയുടെ വലിയ സംഖ്യയുടെ തുകയായിരുന്നെങ്കിൽ നിങ്ങൾ 2 × ശരാശരിയും, ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെ വ്യത്യാസമാണെങ്കിൽ 2 × സംഖ്യ -1 എന്നും ഓർത്തിരിക്കുക. അപ്പോൾ 2 × 6 - 1, 2 × 5, 2 × 5 എത്രയാ? 10. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 10. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 8 ഒറ്റ സംഖ്യകളുടെ ശരാശരി 30 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്രയാ? 2 × 8 - 1 അല്ലേ? 2 × 8 - 1, 2 × 8 - 1, 2 × 7. 2 × 7 എത്രയാണ്? 14. ഓപ്ഷൻ എ ആണ് ആൻസർ. 14 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ, അപ്പോൾ അടുത്ത പാറ്റേൺ ആയിട്ടോ നമ്മൾ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 70 ആണ്. മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 72 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? എത്ര എണ്ണമാണ് അല്ലെങ്കിൽ എത്ര വിഷയമാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 70 ആണ്. നമുക്കറിയാം ഇപ്പോൾ 70 ആണ്. പുള്ളിക്ക് ഒരു 72% ആവാനായിട്ട് എന്ത് കിട്ടിയാൽ മതിയായിരുന്നു? മലയാളത്തിനൊരു 10 മാർക്കും ഇംഗ്ലീഷിൽ ഒരു 4 മാർക്കും കൂടിയായിരുന്നെങ്കിൽ ശരാശരി 72 ആയേനെ. അപ്പോൾ എത്ര വിഷയം ഉണ്ടായിരുന്നെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിച്ചാൽ, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിയ മാർക്ക്. ഓക്കെ, എത്ര മാർക്ക് കൂടിയ, ഓക്കെ കുറച്ച് മാർക്ക് കൂടിയാൽ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഓക്കെ, കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ശരാശരി എന്നൊക്കെ തെറ്റുവാണല്ലോ. ശരി. ഓക്കെ, കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. മനസ്സിലായ? ഒരു പരീക്ഷയിൽ ഒരു കുട്ടിക്ക് 70 ശരാശരി മാർക്ക് 70 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുട്ടി പറയുകയാണ്, എനിക്കൊരു 10 മാർക്ക് ഇംഗ്ലീഷിനും 10 മാർക്ക് മലയാളത്തിനും 10 മാർക്ക് ഇംഗ്ലീഷിനും കിട്ടിയിരുന്നെങ്കിൽ 72% മാർക്ക് ഉണ്ടായേനെ. ശരാശരി എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് അല്ലേ, 72% മാർക്ക് ഉണ്ടായേനെ. അപ്പോൾ നമുക്ക് എന്നിട്ട് ചോദിക്കുകയാണ് കുട്ടിക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ? കൂടിയ മാർക്ക് എത്രയും കൂടിയേ? ഒരു 10 മാർക്ക് ഇംഗ്ലീഷിനും ഒരു 4 മാർക്ക് മലയാളത്തിനും കൂടണം അല്ലേ. 10ഉം 4ഉം 14 മാർക്ക് കൂടി. ശരാശരിയിൽ എന്ത് വ്യത്യാസം വരും? 72 ആയേനെ. ഇപ്പോൾ എത്രയാണ്? 70. അപ്പോൾ 72 - 70, അപ്പോൾ 2ൻ്റെ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ 14/2 അതാണ് നമ്മുടെ ആൻസർ. 14/2 എത്രയാ? 7 സബ്ജക്റ്റാണ് ആ കുട്ടിക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് എത്രയാണ്? 90 ആണ്. പുള്ളി പറയുകയാണ്, മലയാളത്തിന് എനിക്ക് 20 മാർക്ക് ഇംഗ്ലീഷിന് 15 കൂടിയിരുന്നെങ്കിൽ ശരാശരി 95 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങളുണ്ട്? മനസ്സിലായോ? കുട്ടിക്ക് 90% മാർക്കുണ്ട്. അയാൾക്ക് 20 മാർക്ക് മലയാളത്തിനും 15 മാർക്ക് ഇംഗ്ലീഷിനും കിട്ടിയിരുന്നെങ്കിൽ 95 ആയേനെ. അപ്പോൾ നമുക്ക് വിഷയങ്ങൾ, ഓക്കെ വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തെഴുതാം? കൂടിയ മാർക്ക് അല്ലേ. കൂടിയ മാർക്ക് മേലെ എഴുതുക, താഴെ കൂടിയ ശരാശരി. ഓക്കെ, കൂടിയ മാർക്ക് എത്രയാണ് ഇവിടെ കൂടിയത്? 15 + 20 അല്ലേ. 20 + 15. കൂടിയ ശരാശരി എത്രയാണ്? 95 - 90. അപ്പോൾ 20ഉം 15ഉം 35 95 ൽ നിന്ന് 5 പോയി 5 7 5 35 അല്ലേ. 7. അപ്പോൾ 7 സബ്ജക്റ്റാണ് ആ കുട്ടിക്ക് പഠിക്കാനുണ്ടായത്. മനസ്സിലായോ? കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി ചെയ്താൽ നമുക്ക് വിഷയങ്ങളുടെ എണ്ണം കിട്ടും. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 85, മലയാളത്തിന് 15ഉം ഇംഗ്ലീഷിന് 20 മാർക്കും ഹിന്ദിക്ക് 10 മാർക്കും കിട്ടിയിരുന്നെങ്കിൽ ശരാശരി എത്ര കൂടിയേനെ? 90 ആകുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെഴുതണം? കൂടിയ മാർക്ക്. ഓക്കെ, ഒരു 3 സബ്ജക്റ്റ് ഉണ്ടല്ലേ ഇവിടെ കൂടിയ ശരാശരി. ഓക്കെ, ശരാശരി. ഓക്കെ, കൂടിയ മാർക്ക് എത്രയാണ് ഇവിടെ വന്നേക്കുന്നത്? ഒരു 15 മാർക്ക്
പ്ലസ് 10 മാർക്ക് പ്ലസ് 20 മാർക്ക് കൂടി ശരാശരി എന്ന് പറഞ്ഞാൽ 90 മൈനസ് 85. ഓക്കെ, അപ്പോൾ 15 10 25 20 45 ബൈ 90 5 പോയാൽ 85 പോയാൽ 5 അല്ലേ, എത്ര വന്നു 9 സബ്ജക്റ്റ് പഠിക്കണ്ടല്ലേ, 9 5 45, അപ്പോൾ 9 വന്നു. നമുക്ക് ആൻസർ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇനി വേറൊരു പാറ്റേൺ ആണ്. 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 20 മുതൽ 80 വരെയുള്ള, മറ്റേ നമ്മൾ ആദ്യത്തെ സംഖ്യകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ഇത്രയും ചെയ്താൽ മതി. ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. അപ്പോൾ നമുക്ക് ആദ്യ പദം എത്രയാണ് 20, അവസാന പദം എത്രയാണ് 80 ബൈ 2. അപ്പോൾ എത്ര വന്നു 100 ബൈ 2 50. ആണോ ആൻസർ കിട്ടിയല്ല 50. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഇടയ്ക്കുള്ള 2 ഇരട്ട സംഖ്യകൾ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്ന് കാണുമായിരിക്കും. ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു, തുടർച്ചയായ ആദ്യത്തെ ഇരട്ട സംഖ്യകൾ. ഇവിടെ നമ്മൾ ഒരു ഇടയ്ക്കുള്ള ചില നമ്പറുകളാണ് തരുന്നത്. അപ്പോൾ 20 മുതൽ 80 വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ സംഖ്യ എടുക്കുക, രണ്ടാമത്തെ സംഖ്യ എടുക്കുക, കൂട്ടുക, ആദ്യത്തെ സംഖ്യ അവസാന സംഖ്യ എടുക്കുക, കൂട്ടുക, ബൈ 2 എടുക്കുക. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 50 മുതൽ 209 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ് എഴുതാൻ? നമ്മൾ 50 പ്ലസ് 250 ബൈ 2 എഴുതാൽ മതി അല്ലേ. ആദ്യ പദം പ്ലസ് അവസാന പദം അല്ലേ, ഇതാണ് ആദ്യ പദം, ഇത് ഫസ്റ്റ്, ഇത് ലാസ്റ്റ്. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2. 50 250 എത്രയാണ് 300 അല്ലേ, 300 ബൈ 2. 300 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 300 ബൈ 2 150. ഓക്കെ, 150 ആണ് ആൻസർ, 150. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 25 മുതൽ 74 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. 25 മുതൽ, ഇതല്ലേ ഫസ്റ്റ്, ഇത് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25 മുതൽ 74 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. ഈ 25 മുതൽ 74 ഇരട്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾ തെറ്റിക്കരുത്. ഇപ്പോൾ ഇരട്ട സംഖ്യ അല്ല ഈ 25 അല്ലേ, ഇരട്ട സംഖ്യ അല്ലല്ലോ 25. അപ്പോൾ നിങ്ങൾ 25 മുതൽ 74 വരെ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പദം എന്ന് പറഞ്ഞാൽ ആരല്ല, ഈ 25 അല്ല. ഏതാണ് ഫസ്റ്റ് പദം? ഫസ്റ്റ് ഇരട്ട സംഖ്യ ഏതാണ്? 25 മുതൽ 74 വരെ ഉള്ളത്, ആ ഉള്ളിൽ വരുന്ന റേഞ്ചിൽ വരുന്ന ഫസ്റ്റ് ഇരട്ട സംഖ്യ ഏതാണ്? 26 ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്ര വരും? 26 പ്ലസ് 74 ബൈ 2 അല്ലേ. അപ്പോൾ 24, അപ്പോൾ 100 വരും. 100 ബൈ 2 50 എന്നിട്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തരും. അതായത് വ്യത്യാസപ്പെടുത്തി. ഇപ്പോൾ 25 മുതൽ 74 വരെ എന്ന് പറയാൻ നേരത്തെ 25 ഇരട്ട സംഖ്യ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അടുത്ത ഇരട്ട സംഖ്യ എടുത്തോണം. 26 നമ്മുടെ ഇരട്ട സംഖ്യ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ പാർട്ടി പഠിക്കാനുള്ളത്. അപ്പോൾ എളുപ്പമുള്ള നമ്മളൊരു 30 ക്വസ്റ്റ്യൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പാർട്ടിയിൽ നമ്മളൊരു 30 ക്വസ്റ്റ്യനോളം കാണും. അപ്പോൾ അത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്ന പോർഷൻ തീരും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.